അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും കോമഡി ഫീസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മാങ്ങ സാമ്പാറിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്, കൂടെ ഇഡ്ഡലിയുടെയും. രാവിലെ പ്രാതലിന് ഇഡ്ഡലിക്കുള്ള മാവ് കോരി ഇഡ്ഡലി പാത്രത്തിലെടുത്ത് അടുപ്പിലേക്ക് വച്ചിട്ട് സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിലേക്ക് ഇടുകയായിരുന്നു. അപ്പോൾ കേൾക്കാം ഒരു പരിഭവം. ആര്? സാക്ഷാൽ നമ്മുടെ ഇഡ്ഡലിയുടേത് തന്നെ. എന്താ, എനിക്ക് എന്നും കൂട്ടായിട്ട് ഒന്നുകിൽ സാമ്പാർ, അല്ലെങ്കിൽ ചട്നി, ഇതുമല്ലെങ്കിൽ മുളക് പൊടി. ഒന്ന് മാറ്റി പിടിക്കേ, ബോറടിക്കുന്നപ്പാ. ഇഡ്ഡലിയുടെ ഈ പരിഭവം പറച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ഏതായാലും ഞാൻ പരിപ്പ് അടുപ്പിലേക്ക് ഇട്ടത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, സാമ്പാർ തന്നെയാണ്, പക്ഷേ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പുതിയ ഒരു വെറൈറ്റി സാമ്പാർ ആയാലോ എന്ന്. എന്നാലൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് ഇഡ്ഡലിയും സമ്മതിച്ചു. കയ്യിലുണ്ടായിരുന്ന മുരിങ്ങക്ക, ക്യാരറ്റ്, ബജ്ജിമുളക്, മാങ്ങ, പച്ചമാങ്ങ, പിന്നെ കത്തരിക്ക, മുരിങ്ങയ്ക്ക, തക്കാളി, വലിയൊരു സവാള, ഇത്രയും ഞാനങ്ങ് സംഘടിപ്പിച്ചു. അപ്പോഴേക്കും കുഞ്ഞനുള്ളിക്ക് വലിയ പരിഭവമായി. സാമ്പാർ ഉള്ളി എന്ന് എനിക്ക് പേര് തന്നിട്ട് എന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ലോ എന്നായിരുന്നു അവൻ്റെ പരാതി. ഏതായാലും ഞാൻ അവനെ ആശ്വസിപ്പിച്ചു, നിനക്കും ഇനി ഞാനൊരു റോൾ തരുന്നുണ്ട് എന്ന്. കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു. അപ്പോഴത്തേക്കും പച്ചമാങ്ങ കഷ്ണങ്ങൾ തമ്മിൽ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. അവരെന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ മൈൻഡാക്കാത്തതുപോലെ തന്നെ നിന്നു. പക്ഷേ എൻ്റെ കൺട്രോള് പോയിട്ടാ. ആ മാങ്ങയെക്കുറിച്ച് സംസാരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു, എൻ്റെ കൺട്രോള് പോകുമ്പോൾ ഞാൻ അതിൻ്റെ പല കാര്യങ്ങളും മറക്കുമെന്നും. ഉരുളക്കിഴങ്ങിൻ്റെ കാര്യമേ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല. ഐ ആം സോറി കേട്ടോ. ഇനി കാത്തിരുന്നാൽ മാങ്ങ കഷ്ണങ്ങളില്ലാത്ത മാങ്ങ സാമ്പാർ ഉണ്ടാക്കേണ്ടി വരുമെന്ന് ഞാൻ വേഗം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിൽ സവാളയും ഉള്ളിയും ഉപ്പിട്ട് നല്ലോണം വഴറ്റി ആ പരിപ്പ് വേവിച്ച കുക്കറിലോട്ടിട്ട് മൊത്തം കഷ്ണങ്ങളുമിട്ട് ഉപ്പുമിട്ട് സാമ്പാർ പൊടിയും ഇട്ട് കായപ്പൊടിയും ഇട്ടു. പുളി വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം, എന്നിട്ട് നിങ്ങൾ തന്നെ അനുഭവിച്ചോട്ടോ. അല്ല പിന്നെ അവൻ്റെ റോള് കടുക് വറുത്തപ്പോൾ ഭംഗിയായി കൈകാര്യം ചെയ്തു. മാങ്ങ സാമ്പാർ ഒരു കിണ്ണത്തിലേക്ക് എടുത്തപ്പോഴത്തേക്കും അത് കണ്ട ഒരു ഇഡ്ഡലി അതിലേക്ക് ബ്ലും എന്ന് എടുത്തു ഒരു ചാട്ടം. മാങ്ങ സാമ്പാറും അതിലൊരു ഇഡ്ഡലിയും അത് കണ്ട എൻ്റെ കൺട്രോള് വീണ്ടും ഒരിക്കൽ കൂടി പോയിട്ടോ. ഐ ആം സോറി.